നമസ്കാരം. വർദ്ധിച്ചു വരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഏതു വിധേനയും അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തിൽ എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ മുൻകൈയെടുത്ത് യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് മനസ്സിലായതോടെ ട്രംപ് അതിനായി മുൻകൈയെടുത്തു. ഇപ്പോൾ ട്രംപിന്റെ ശ്രമങ്ങൾ ഏതാണ്ട് ലക്ഷ്യം കാണുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇറാനുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ US നിന്നും ചില സന്ദേശങ്ങൾ ലഭിച്ചതായും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതായെന്ന് റിപ്പോർട്ടുകളുണ്ട്. മധ്യസ്ഥർ വഴി US നിന്നും തങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അവ അവലോകനം ചെയ്തു വരികയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഊർജ പശ്ചാത്തല സൗകര്യങ്ങളും കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് വിഷയത്തിൽ ഇടപെട്ട് ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത്. മേഖലയിൽ ഒരു ഊർജ ദുരന്തം ഒഴിവാക്കാൻ ഈ ഇടപെടലുകൾ സഹായിച്ചതായും നയതന്ത്ര പ്രതീതികൾ വിലയിരുത്തുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിഡാനുമായി ഫോണിൽ സംസാരിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുർക്കി മുമ്പ് മധ്യവർത്തിയായി പ്രവർത്തിച്ചിരുന്നു. US ഇറാനും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയോ എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചു എങ്കിലും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെയും US ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അയയുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇറാന്റെ ഊർജ നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങളിൽ 5 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമായിരുന്നുവെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത്. ചർച്ചകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി തന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ചർച്ചകൾ നടത്തിയതായും ട്രംപ് വ്യക്തമാക്കി. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ധാരണയായി എന്നും ഇത് എല്ലാവർക്കും ഗുണകരമായ ഒരു കരാറായി മാറുമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഖബർ രംഗത്തെത്തിയിരുന്നു. നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നും ഇത് എണ്ണ വിപണിയെയും സാമ്പത്തിക വിപണിയെയും സ്വാധീനിക്കാനുള്ള അമേരിക്കയുടെ വ്യാജ വാർത്തയാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അമേരിക്കയും ഇസ്രയേലും കുടുങ്ങിക്കിടക്കുന്ന ചതുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായാണ് ഇത് അദ്ദേഹം പറയുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ നടപടികൾ തുടരുമെന്നും സൈനിക സമ്മർദ്ദം കൊണ്ട് ഹോർമൂസ് കടലിടുക്കിലെ പഴയ സാഹചര്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ നയതന്ത്ര നീക്കങ്ങൾ ആഗോള വിപണിയിൽ വലിയ ആശ്വാസമാണ് നൽകിയത്. ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കുത്തനെ ഇടിഞ്ഞ് ബാരലിന് $100 താഴെ എത്തി. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതിനെ തുടർന്ന് വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ വില കുതിച്ചുയർന്നിരുന്നു. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ടാണ് ഈ നയതന്ത്ര ചർച്ചകൾക്ക് ആഗോള പ്രാധാന്യം അർഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഫെബ്രുവരി 28 നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യം ഈ ചർച്ചകളിലൂടെ ശാശ്വതമായി പരിഹരിക്കപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനായി സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇടപെടലുകൾ തുടരുകയാണ്.